പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, തുടക്കം മുതലേ ബാഴ്സലോണ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു താരമായിരുന്നു ഹുലിയൻ അൽവാറസ്. മാത്രമല്ല, അൽവാറസിനും ബാഴ്സയിൽ കളിക്കാനായിട്ട് താല്പര്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴും അൽവാറസിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ബാഴ്സലോണയ്ക്ക് താല്പര്യമുണ്ട്. നിലവിൽ 100 മില്യൺ യൂറോയുടെ ഒരു ഓഫറാണ് ബാഴ്സലോണ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ബാഴ്സലോണ തയ്യാറല്ല. എന്നാൽ അത്ലറ്റിക്കോയെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് ബാഴ്സലോണയെ സംബന്ധിച്ച് വളരെ പ്രയാസം തന്നെയാണ്. ഇനി അഥവാ അൽവാറസിനെ അത്ലറ്റിക്കോ വിട്ടു നൽകിയില്ലെങ്കിൽ ബാഴ്സലോണ വേറെ സ്ട്രൈക്കേഴ്സിനെയൊന്നും നോക്കിയേക്കില്ല. മറ്റൊരു കാര്യം, ഫെറാൻ ടോറസിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് അത്ലറ്റിക്കോയ്ക്ക് താല്പര്യമുണ്ട്. 100 മില്യൺ യൂറോ പ്ലസ് ഫെറാൻ ടോറസിനെ കൂടി കൊടുത്ത് ഹുലിയൻ അൽവാറസിനെ ബാഴ്സ ടീമിലേക്ക് എത്തിച്ചേക്കില്ല. PSG, ആഴ്സണൽ പോലത്തെ ക്ലബ്ബുകൾക്ക് ഹുലിയൻ അൽവാറസിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യം. എന്നാൽ ബാഴ്സലോണയുമായി ചർച്ചകൾ നടത്താൻ താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടിലാണ് അത്ലറ്റിക്കോ നിലവിലുള്ളത്. അടുത്തൊരു വാർത്ത ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കില്ലേ എന്നുള്ളത്. പുതിയ നിക്ഷേപകരുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ ധാരണയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പോസിറ്റീവായുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2026-27 സീസണിലേക്ക് വേണ്ടിയുള്ള പാർട്ടിസിപ്പേഷൻ ഫീസ് കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കും. എന്നാൽ നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒട്ടുമിക്ക താരങ്ങളും ക്ലബ്ബ് വിട്ടുപോയിട്ടുണ്ട്. നിലവിൽ 8 താരങ്ങളോളമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു മുഹമ്മദ് സഹീഫ്. അങ്ങനെ ഇപ്പോൾ മുഹമ്മദ് സഹീഫിനെ ISL ക്ലബ്ബായിട്ടുള്ള ചെന്നൈയിൻ FC ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയായിരുന്നു സഹീഫിനെ സ്വന്തമാക്കിയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ചെന്നൈയിൻ FC പുറത്തുവിടുന്നത്. കഴിഞ്ഞ സീസണിൽ 9 മത്സരങ്ങളായിരുന്നു സഹീഫ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. സഹീഫ് മാത്രമല്ല, ഇനിയും ഒരുപാട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയേക്കാം. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടി ഒരു സൈനിങ് പോലും നടത്തിയിട്ടില്ല. പുതിയ നിക്ഷേപകർ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ്സ് എല്ലാം നടത്തി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.